ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ അതിപ്പോൾ നാട്ടിലായാലും ശരി, ബോംബെയിലായാലും ശരി, ഞങ്ങളിങ്ങനെയാണ് കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ വർത്താനം പറയും. ഇന്ന് കുറച്ച് അധികം നേരം വർത്താനമായപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇഡ്ഡലിയും പുട്ടൊന്നും ആർക്കും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ബ്രെഡും മുട്ടയും വാങ്ങി. അതാകുമ്പോൾ മിത്തുക്കുട്ടിയും മാധവും കൂടി ഉണ്ടാക്കിക്കോളും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മിത്തുക്കുട്ടിയും മാധവുമാണ് കേട്ടോ, മിത്തുക്കുട്ടിയുടെ ഹെൽപ്പർ. അപ്പോൾ ഫസ്റ്റ് തന്നെ നിക്കിക്കൂട്ടിനെ കൊടുത്തു. കാരണം ആദ്യം വിശക്കുന്ന ആൾ നിക്കിക്കൂട്ടനാണല്ലോ. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടികളും വർക്കൊക്കെ ഉള്ള കാരണം ഞാൻ അതിൽ ചെറുതായിട്ടൊന്ന് ബിസിയാണ്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് കിച്ചണിൽ കയറാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ മിത്തും മാധവും ഉണ്ടെങ്കിൽ, മിത്തുക്കുട്ടിയാണ് കേട്ടോ സാധാരണ വീക്കെൻഡ്സിലൊക്കെ സാൻഡ്വിച്ച് ആണെങ്കിൽ എനിക്കൊരു എംഷേട്ടനും ഉണ്ടാക്കി തരുന്ന ആൾ. അതൊരു കഴിഞ്ഞ വർഷം മുതലേ തുടങ്ങിയൊരു ശീലമാണ്. അപ്പോൾ ആദ്യം കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബേസിക് സംഭവങ്ങൾ അല്ലേ ഒക്കെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചായ ഉണ്ടാക്കാനും സാൻഡ്വിച്ച് ഉണ്ടാക്കാനും മാഗി നൂഡിൽസ് ഉണ്ടാക്കാനുമാണ് മിത്തു. ബാക്കി ഇങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്യാറുള്ളൂ. ഇത് മൂന്നിലും എക്സ്പേർട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. മാധവും അതെ അവിടെ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ സ്റ്റൈൽ, ഇതൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ, അടച്ച് വെച്ച് അപ്പോൾ പറഞ്ഞു ചെറിയച്ഛൻ പഠിപ്പിച്ചു തന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യണത്. ഇങ്ങനെയാണ് മിത്തു എപ്പോഴും ഉണ്ടാക്കുക. അതെന്താണ് റെസിപ്പി എന്നൊന്നും എനിക്കറിയില്ല. കാരണം അപ്പോൾ എനിക്ക് സുഖമാണല്ലോ, മിത്തുക്കുട്ടി സാൻഡ്വിച്ച് ഉണ്ടാക്കി തരുന്ന ദിവസമാകുമ്പോൾ പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കും. നമുക്കെല്ലാവർക്കും വീക്കെൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റ് നമുക്കൊക്കെ ആവശ്യമാണല്ലോ അല്ലേ. നമ്മളെന്നും ഒന്നെങ്കിൽ വർക്ക് അല്ലെങ്കിൽ അടുക്കള ആണ്. അപ്പോൾ നമുക്കും റെസ്റ്റും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് ഇങ്ങനത്തെ ചില പരിപാടികളൊക്കെ നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് വെക്കുന്നത് നല്ലതാണ്. പിന്നെ അവർക്കും നമ്മളില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്താ പറയുക, എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകണമെങ്കിലോ ഒക്കെ ആണെങ്കിലും ഫുഡൊക്കെ അത്യാവശ്യം ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ അല്ലേ, നമ്മളെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് എനിക്ക്. പക്ഷെ അതിനൊരു പ്രായമുണ്ട് കേട്ടോ. വളരെ ചെറിയ കുട്ടികളും ചെയ്യാം. പക്ഷേ സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ നിൽക്കണമെങ്കിൽ ഒരു ടീനേജൊക്കെ ആയിട്ട് മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചെയ്യിക്കുന്നത്. അപ്പോൾ എനിക്കുള്ള ബ്രെഡായി, അമ്മയ്ക്കുള്ള ബ്രെഡായി, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കേട്ടോ ബ്രെഡ് ഉണ്ടാക്കുന്നത്. ചിലർക്ക് ഉള്ളി വേണം, ചിലർക്ക് തക്കാളി വേണം, അങ്ങനെ എന്താ പറയുക. ഇപ്പം നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടി വന്നതിന് ശേഷം അധികം ഷോർട്സാണ് ഇടാറ്. കുറേ പേര് ചോദിക്കാറുണ്ട്, ചേച്ചി ലോങ് വീഡിയോസ് എവിടെ എന്നുള്ളത്. ഇതാണ് അവസ്ഥ. ഭയങ്കര എന്താ പറയുക, ആകെ ഒരു ജഗ പോകുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഫുൾ ലെങ്ത് ആയിട്ടൊരു വീഡിയോ എടുക്കലൊക്കെ നടക്കുമോ എന്നുള്ളത് ചോദിച്ചാൽ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഷോർട്സ് ആയിട്ട്, അതാകുമ്പോൾ 1 മിനിറ്റിൻ്റെ കുട്ടി സംഭവങ്ങളാണല്ലോ ഉള്ളത്, അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. എന്നാലും പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ മാക്സിമം അവിടെ നിന്നൊക്കെ എടുത്ത് ഒരു ലോങ് വീഡിയോസൊക്കെ മാക്സിമം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പോയ സ്ഥലങ്ങളും എല്ലാതും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ഇവരുടെ ഗംഭീര കുക്കിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ. കഴിയാറായാ? എന്താ ഷേക്കോ? ചൂട് പാലില് ഷേക്ക് കുടിക്കാതെ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിത്തുക്കുട്ടിയും മാധവിൻ്റെയും വക നല്ല അടിപൊളി സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലഞ്ച് ഏകദേശം റെഡിയായി. ലഞ്ചൊന്നും പിന്നെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് എന്താ പറയുക, എന്താണ് അമ്മ എന്തോ ഉണ്ടാക്കിയിട്ട്, ഇത് മോരുകറിയാ, കുമ്പളങ്ങയും മാങ്ങയും മോരുകറി കണ്ടോ, കുമ്പളങ്ങ മാങ്ങ മോരുകറി, പിന്നെ ചോറ്, പയറുപ്പേരി, നല്ല കാസ്റ്റ് പയറുപ്പേരി, ഫിഷ് മേടിക്കേണ്ടി പറഞ്ഞിട്ട് ഫിഷ് ഇതാ പരട്ടി വെച്ചിരിക്കാം, ഉണ്ണിമേരി വറക്കാൻ നല്ല വലിയ ഉണ്ണിമേരി കിട്ടി. ഞാനും കുറെ കാലതിന് ശേഷം മീനൊന്ന് കഴിക്കാണ്. അതെ, അതൊന്ന് നമുക്ക് കഴിക്കാം. ഇത് കഴിഞ്ഞല്ലോ മണ്ഡലം. അപ്പോൾ അത് പിന്നെന്താ പപ്പടം, അച്ചാറ് സംഭവങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഈവനിങ്ങിൽ നമ്മളൊന്ന് പുറത്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു ഷോപ്പിങ്ങും സംഭവങ്ങളും ഒക്കെ ആയിട്ട് കൊളാബൊക്കെ പോവാം, അവിടേക്ക് ഒന്ന് കറങ്ങാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സോ അതാണ് ഇന്നത്തെ ദിവസം. നമുക്ക് വേഗം മീനും കൂടെ വറുത്തിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഈ ഉണ്ണിമേരി എന്ന് പറയുന്ന ഫിഷ് നല്ല വലുതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് 2 പീസായിട്ട് നമുക്ക് ഒന്ന് തന്നെ കട്ട് ചെയ്യാം. പക്ഷേ ഒരു 1 പീസ് ആകുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ ഒരൊറ്റ പീസ് കഴിച്ചാൽ വയറ് ഫുള്ളാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണ്. ഇതിന് ചെമ്പല്ലി എന്ന് പറയുമോ അതോ സെയിം ആണോ റെഡ് സ്നാപ്പർ ആണോ ഇത് എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. എവിടെ ഈ പേരിൽ കിട്ടണോണ്ട് ഞാൻ ഇങ്ങനെ വാങ്ങിക്കണം. ഞാനത് എപ്പോഴും വ്ളോഗിലും കാണിക്കാറുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ ഞാൻ എയർ ഫ്രയറിലോ അല്ലെങ്കിൽ ചെറിയൊരു ഷാലോ ഫ്രൈ ചെയ്യാം.
ലെയർ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണയിൽ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം മിത്തുക്കുട്ടി മാധവൻ്റെ എല്ലാത്തിൻ്റെയും പാട്ടിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ബഹളം നിങ്ങൾക്ക് കേൾക്കുകയാണെങ്കിൽ സോറി, കാരണം എനിക്കിത് വാതിൽ അടച്ചിട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പുറത്തേക്ക് വേറെ ഒന്നിനല്ല, ഒരു വൺ ഷോപ്പിങ്ങിന് പോവാണ്. വൺ ഷോപ്പിംഗ് ഒന്നുമില്ല, ഇപ്പോൾ ഗീതുവിന് കൊളാബ ക്രോസ്വേയും താജിൻ്റെ അവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് താജിൽ ഹൈ ടീം ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ കൊളാബ കോസ്വേയും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. പക്ഷേ ഞാൻ ഈ പോയ ഷോപ്പിംഗ് ഒന്നും നിങ്ങൾക്ക് നടത്തണമെങ്കിൽ ബോംബെക്ക് വരണമല്ലോ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായിട്ടൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ആമസോണിൻ്റെ കുറച്ച് അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. അത് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ അന്ന് ടീം നാച്ചിൻ്റെ വർക്ക്ഷോപ്പിന് പോയപ്പോൾ ഇട്ടപ്പോൾ ഒരു അനാർക്കലിയാണ്. ഇത് ബ്യൂട്ടിഫുൾ അനാർക്കലിയാണ്. ഇത് ബ്യൂട്ടിഫുൾ അനാർക്കലി സെറ്റാണ്. നിങ്ങൾക്കൊരു കല്യാണത്തിന് വേണമെങ്കിൽ ഇടാം, റിസപ്ഷന് ഇടാം, എൻഗേജ്മെൻറ്റിന് ഇടാം. ശരിക്കും ഒരു പാർട്ടി വെയർ ആണ്. ഇതിൻ്റെ നെക്കിൻ്റെ അവിടെ കണ്ടു നല്ല ഹെവി വർക്കാണ് കേട്ടോ. നെക്കിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുണ്ട് കണ്ടോ, നല്ല ദുപ്പട്ടയും. അതേപോലെ തന്നെ പാൻറ് വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ ഈ ഒരു റെഡ് കുർത്തി, ഇതും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഫ് സ്ലീവ്സ് ആണ് കണ്ടോ. ഇതിൻ്റെ ഒരു സ്ലീവ്സിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ കളറും നല്ല രസമാണ്. സ്ലിറ്റൊക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോളർ നെക്കുള്ള ഒരു കുർത്തി. അത് റെഡിലെ ബ്ലാക്കും ബ്ലൂവും ഒക്കെ ഒരു വർക്ക് വരുന്നത്. പ്യോർ കോട്ടൺ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ഇത്. പിന്നെ അടുത്തത് ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡിൻ്റെയാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ, ഈ പറഞ്ഞ പോലെ കോളേജിലേക്കും ഓഫീസിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന നോർമൽ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഒരു പേസ്റ്റൽ ഷെയ്ഡ് കോട്ടൺ ആണ്. ഞാൻ അധികം കോട്ടൺ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് ഓഫീസിലേക്കും അങ്ങനെ ഭയങ്കര പാർട്ടി വെയർ അല്ല. ഇപ്പോൾ പാർട്ടി വെയർ ഒന്നേ കാണിച്ചു തന്നുള്ളൂ. അതല്ലാതെ നോർമൽ ഡെയിലി ഓഫീസ് വെയറും കോളേജ് വെയറൊക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റി മാറ്റി ഇടണമെങ്കിൽ ഭയങ്കര അടിപൊളി ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരണല്ലോ വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതും എല്ലാതും നല്ല ഭംഗിയുള്ള കളേഴ്സ് അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം എല്ലാ കളേഴ്സും ഞാൻ നല്ല ഭംഗി നോക്കിയിട്ട് സെലക്ട് ചെയ്താണ്. ഇതും നല്ല രസമാണ്. ഇത് ആദ്യം ഒന്ന് കൈകൊണ്ട് കഴുകായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ ഇതിൻ്റെ ഗ്ലിറ്റർ പോകാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്ലിറ്റർ പോയാലോ, അതുകൊണ്ടൊന്ന് കൈകൊണ്ട് കഴുകി എടുക്കുകയായിരിക്കും എപ്പോഴും ആദ്യം നല്ലത് കേട്ടോ. ഇതും വരെ ബ്യൂട്ടിഫുൾ കുർത്തി. ഇതിൻ്റെയും എന്താ പറയുക, ഒരു ലാവൻഡർ ഷെയ്ഡ്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയ ചെറിയ ഫോയിൽ പ്രിൻസും കാര്യങ്ങളുമായിട്ട് ഒരു അമ്പലത്തേക്കൊക്കെ പോകുമ്പോഴോ കോളേജിലേക്കൊക്കെ പോകുമ്പോഴോ അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ട് അധികം വിലയില്ലാത്ത കുർത്തീസാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ കാണിച്ചതൊക്കെ. ഇത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെൽവെറ്റിൻ്റെ കുർത്തി സെറ്റാണ്. ഇതും നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഒന്ന് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്. റിസപ്ഷനോ എൻഗേജ്മെൻറ്റോ കല്യാണോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം. അതിൻ്റെ പാൻറ്റും കണ്ടോ ഇതുപോലെ വരുന്ന അതേപോലെ സിമ്പിൾ. എല്ലാം ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഒരുപാട് ഓഫറും ഒരുപാട് എന്താ പറയുക 50 to 80% വരെ ഓഫും 3 lakh plus സ്റ്റൈൽസും കുറേ ടോപ്സും ബ്രാൻഡ്സും എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ വേഗം ഡ്രസ്സ് മാറ്റി ഇനി ഇത് ഡ്രസ്സ് ഇടുമെന്ന് ആലോചിച്ചിരിക്കാനെ കൊളാബേക്കല്ലേ വേഗം പോകണം. കാരണം നല്ല തിരക്കാണ്. ഇപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ ആയിട്ടുള്ള അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞ് ഏകദേശം ഞങ്ങളൊരു 6 മണിയായിട്ടോ അവിടെ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്താൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് VT സൈഡിലേക്കാണ്. കൊളാബ കോസ്വേ ഷോപ്പിങ്ങിനാണ് കേട്ടോ. എന്താ പറയുക, ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുന്നൊരു കാര്യമാണ്. മുംബൈയിലേക്ക് വരാൻ പ്ലാൻ ഉണ്ട്, എവിടെയാണ് പോകേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത്, എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വ്ളോഗുകൾ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ചെറുതായിട്ട് പറയുകയാണ്. അതങ്ങനെ നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിൽക്കണം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എവിടെയാണോ കറങ്ങുന്നത്, മെയിനായിട്ട് ഇതായി മറൈൻ ഡ്രൈവ്, നരിമാൻ പോയിൻറ്റ്, എപ്പോഴും നമ്മൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഗൂഗിളിൽ നോക്കുക അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുക, ഏതൊക്കെയാണ് മെയിൻ പ്ലേസസ് എന്ന് കണ്ടുപിടിക്കുക. വേറൊരാളോട് അഭിപ്രായം ചോദിക്കാതിരിക്കുകയാണ് ബുദ്ധി. അതായത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമാവില്ലേ നമുക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ എപ്പോഴും ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് വരണം. എന്നാലും മെയിൻ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോവുക, അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതാണ് കുറച്ചും കൂടി നമുക്ക് ഈസി. പിന്നെ ഹോട്ടലാണെങ്കിലും ഒക്കെ ഓൺലൈൻ ബുക്ക് ചെയ്യായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. നമുക്ക് അറിയാത്ത സ്ഥലമാണെങ്കിൽ അതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ കൊളാബ കോസ്വേ ആണ്. ഇത് കുറച്ച് സ്റ്റൈലിഷ് ട്രെൻഡി ഡ്രസ്സുകൾ കിട്ടുന്ന പ്ലേസാണ്. അതുമാത്രമല്ല താജ് ഹോട്ടലിൻ്റെ അടുത്താണ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തായതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വില കുറച്ച് കൂടുതലാണ്. വളരെ കൂടുതലെന്ന് പറയാൻ പറ്റില്ല. അതായത് നമുക്ക് നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് വളരെ ലാഭമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെ ലാഭത്തിൽ ഒരു 300 റേഞ്ചിലൊക്കെ നല്ല നല്ല ഉടുപ്പുകളൊക്കെ കിട്ടും. പിന്നെ ഫസ്റ്റ് കോപ്പി കിട്ടും. പിന്നെ നല്ല ക്വാളിറ്റിയാണ് കൊളാബ കോസ്വേയിലെ ഡ്രസ് മെറ്റീരിയൽ. ചീപ്പ് മെറ്റീരിയൽ അല്ല കേട്ടോ.
കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്രഫോർഡ് മാർക്കറ്റ് ഉണ്ട്, ഫാഷൻ സ്ട്രീറ്റ് ഉണ്ട്, ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് അല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ച് പോകാവുന്ന ദൂരമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വരികയാണെങ്കിൽ കൊളാബ കോസ്വേയും അതുപോലെ ക്രഫോർഡ് മാർക്കറ്റും അതുപോലെ തന്നെ ഫാഷൻ സ്ട്രീറ്റും ഇതൊക്കെ ഒറ്റ ഇതിൽ ചെയ്യാം. പക്ഷേ ഇതൊക്കെ വെറുതെ ഒരു ഫുൾ ഡേ വേണം കേട്ടോ. ഇപ്പോൾ കൊളാബ കോസ്വേന് ഒരു 5-6 മണിക്കൂർ വേണം, ക്രഫോർഡ് മാർക്കറ്റ് പിന്നെ ഒരു ഫുൾ ഡേ വേണം ഷോപ്പ് ചെയ്യാൻ, ഫാഷൻ സ്ട്രീറ്റ് ആയാലും. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ക്വാളിറ്റി മെറ്റീരിയൽസാണ് കിട്ടുക ബാക്കി രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ റേറ്റ് കുറച്ച് ബാൻഡ്രയിലെ തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ്. അതൊക്കെ നമുക്ക് ഇവിടെ മുംബൈയിലുള്ളവർക്കാണ് അതൊക്കെ പ്രശ്നമുള്ളൂ, അവിടത്തെക്കാളും റേറ്റ് കൂടുതലാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെ ലാഭമായിരിക്കും. കാരണം നാട്ടിലൊന്നും ഒരിക്കലും ഈ ഒരു റേറ്റിൽ ഇത്രയും ക്വാളിറ്റി സാധനങ്ങൾ കിട്ടില്ല കേട്ടോ. ഇവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ ജ്വല്ലറി ആൻഡ് ഞാൻ പറഞ്ഞ പോലെ വെസ്റ്റേൺ ഡ്രസ്സുകളാണ്. കുർത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. ജ്വല്ലറി നല്ല ക്ലാസ് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കൊളാബ കോസ്വേയിൽ ജ്വല്ലറിയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഡ്രസ്സുകൾ നോക്കുകയാണെങ്കിൽ പക്ക വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുകൾ, നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷ്രഗുകളും ഫ്രോക്സും സ്കേർട്ടും ടോപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല കിടിലൻ സാധനങ്ങളാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഞാൻ കുറേ കാലമായി സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്തിട്ട്. നിങ്ങളെപ്പോഴും പറയാറുണ്ട് ടീച്ചറെ പണ്ടത്തെ സ്ട്രീറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യണമെന്ന് കുറേ പേര് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതാണ് ഒരു നാഗവല്ലിയായിട്ട് മാറിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം കുറേ കാലമായി ഞാൻ അങ്ങനെ പോയാലും ഞാനൊന്നും വാങ്ങാറില്ല. ഇപ്രാവശ്യം ഞാൻ വളരെ കുറച്ച് ഡ്രസ്സുകളും അങ്ങനത്തെ സാധനങ്ങളും കണ്ടോ, നല്ല ഭംഗിയുള്ള മാലകൾ ഞാൻ മിത്തുക്കുട്ടിക്കാണ് മെയിനായിട്ട് വാങ്ങിയത്. കാരണം ഈ ഒരു ടീനേജ് പ്രായത്തിൽ കുറച്ച് എന്താ പറയുക കാർഗോസ് പോലെ അങ്ങനത്തെ ഭയങ്കര ട്രെൻഡി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മിത്തുവിനല്ലേ കുറച്ചും കൂടെ നന്നാവുക. പണ്ടൊക്കെ ഞാൻ എനിക്കാണ് വാങ്ങിയിരുന്നത്, ഇപ്പം മിത്തുക്കുട്ടി എൻ്റെ അത്ര എത്തി സത്യം പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ ഫുൾ മിത്തുക്കുട്ടിക്ക് ആ ഒരു ക്യാപ്പ്, അതേപോലെ കുറേ കാർഗോ പാൻസ്. മിത്തുവിന് അധികം അങ്ങനത്തെ ടോപ്പും പാൻറ്റുകളും ഇടാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ കുറേ കുട്ടി ക്രോപ്പ് ടോപ്സ് നല്ല സെലക്ഷനുണ്ട് കേട്ടോ, കിളി പോയി നടക്കുക. അതുപോലെ ബാഗൊക്കെ ഇങ്ങനെ അടിപൊളി ഇങ്ങനെ ബാഗ് നമ്മൾ ഇങ്ങനെ കാണുന്ന സാറയുടെയും ക്രൊക്കഡൈലിൻ്റെയൊക്കെ അങ്ങനത്തെയൊക്കെ ബാഗുകളൊക്കെ ഉണ്ടല്ലോ, H&Mൻ്റെയൊക്കെ അതിൻ്റെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നല്ല കിട്ടിലൻ സാധനം. പക്ഷേ അതിനൊക്കെ പ്രൈസ് ഉണ്ടോന്ന് 200-250 രൂപയ്ക്കൊന്നും കിട്ടില്ല കേട്ടോ. കുർത്തിയൊക്കെ അങ്ങനത്തെയൊക്കെ കിട്ടും. ഇപ്പോൾ ടോപ്സൊക്കെ ഒരു 300 റേഞ്ചിലൊക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വിശന്നു. രാത്രി ഓൾമോസ്റ്റ് 10 മണിയായി. അപ്പം നമ്മൾ ഇവിടെ അടുത്തുള്ള അതൊക്കെ നടക്കാൻ അങ്ങനെ അത്ര അടുത്ത ഫൗണ്ടൈൻ പ്ലാസ എന്ന് പറഞ്ഞിട്ടില്ല, നമ്മളെപ്പോഴും പോകുന്ന ഒരു മലയാളി, എല്ലാവർക്കും കേരള ഫുഡ് കഴിക്കണം തോന്നിയപ്പോൾ അവിടെ പോയി നമ്മൾ നല്ല പൊറോട്ടയും ചിക്കൻ സുഖയും ചിക്കൻ 65. ഞാൻ ബിരിയാണി, എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഈ തലശ്ശേരി ബിരിയാണിയോട് ഒരു വല്ലാത്ത ആക്രാന്താണ്. എപ്പോഴും പോയ പൊറോട്ട കഴിക്കണമെന്ന് വിചാരിക്കും. ഇത് വെജ് കുറുമ, പിന്നെ എന്തായിരുന്നു പനീർ ചില്ലി, പിന്നെ ചിക്കൻ ഹുനായി, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ പൊറോട്ടയും ചിക്കൻ 65 സംഭവങ്ങളും. ബിരിയാണി റൈസ് അടിപൊളിയായിരുന്നു. ചിക്കൻ ആക്ച്വലി എനിക്കിങ്ങനെ ഭയങ്കര വലിയ ചിക്കൻ്റെ പീസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കത് ഇഷ്ടമായില്ല. ഒരു ഫുൾ പീസായിട്ടാണ് ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ എനിക്ക് കുട്ടി പീസുകളാകുമ്പോഴേ ചിക്കൻ കഴിക്കാൻ പറ്റുള്ളൂ. വലിയ പീസാകുമ്പോൾ എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ചിക്കൻ ഫുള്ള് കളഞ്ഞു. പക്ഷേ റൈസ് സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഒരു ലെമൺ സോഡ, എപ്പോഴും ഈ പറഞ്ഞ പോലെ ഫലൂദയൊക്കെ വാങ്ങണമെന്ന് വിചാരിക്കും, ഒന്നും നടക്കില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതായിരുന്നു, ഞാനും ഇത് കുട്ടി രമേശേട്ടനും കൂടെ ഞങ്ങളെപ്പോഴും വിചാരിക്കുന്ന കേട്ടോ, ഒരു നൈറ്റ് ഡ്രൈവ്, മറൈൻ ഡ്രൈവിലേക്ക് ഒരു 11:30-12 മണിയാകുമ്പോൾ പോകണമെന്ന്. ഇന്നിപ്പോൾ അത് സാധിച്ചു, കാരണം ഓൾമോസ്റ്റ് 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക 11:30-12 മണിക്കൊക്കെ മറൈൻ ഡ്രൈവിൽ ആരും ഉണ്ടാവില്ല, നല്ല രസമായിരിക്കും എന്നാണ്. അവിടെ പൂരപ്പറമ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ ആക്ച്വലി 31-ാം തീയതി വരണമെന്ന് വിചാരിച്ചായിരുന്നു ഇവിടേക്ക്. പക്ഷേ ഇന്നത്തെ തിരക്ക് തന്നെ കണ്ടിട്ട്, അതായത് ന്യൂ ഇയറിന് ഇനി 4-5 ദിവസമുണ്ട്, ആ തിരക്ക് തന്നെ കണ്ടിട്ട് ഞങ്ങളുടെ കിളി പോയി. രാത്രി 12-12:30 അവസ്ഥയാണിത്. അപ്പോൾ ന്യൂ ഇയറിനൊന്നും ഇവിടേക്ക് വരേണ്ട കാര്യമേ ആലോചിക്കാൻ പറ്റില്ല. കാരണം കാറൊന്നും പിന്നെ നമുക്ക് കുറേ നേരത്തേക്ക് എടുക്കാൻ തന്നെ പറ്റില്ല, അത്രയും റഷായിരിക്കും. പൊതുവേ ഇന്ന് ഭയങ്കര റഷാണ്. അതായത് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലത്തെ ഫീലായിരുന്നു. എല്ലാവരും ഫോറിനേഴ്സ് ആണെങ്കിലും ഭയങ്കര തിരക്ക്. എല്ലാവരും ന്യൂ ഇയർ അടിച്ച് പൊളിക്കാൻ വേണ്ടി ബോംബേക്ക് വന്നിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് റീൽസും ഷോർട്സും അവിടെ നിന്നിട്ട് കുറച്ച് അടിപൊളി ഫോട്ടോസും, നല്ല രസമായിരുന്നു. കാരണം നല്ല ക്ലൈമറ്റ് അല്ലേ, ഇതാണ് ബെസ്റ്റ് ടൈം. കാരണം ഡിസംബർ, ഒക്ടോബറും മെയ് ഒക്കെ ആകുമ്പോൾ നമുക്ക് നടക്കാനൊന്നും പറ്റില്ല, അത്ര ചൂടായിരിക്കും ഇവിടെ. ഇത് ബെസ്റ്റ് ക്ലൈമറ്റാണ്. എന്നാൽ നല്ല തണുപ്പുള്ള സ്ഥലമല്ല, നോർമൽ ടെമ്പറേച്ചർ ഒരു 28 ആ ഒരു ഇതിൽ വരുന്നതാണ്. അപ്പോൾ നല്ല സുഖമുള്ള ക്ലൈമറ്റ് ആട്ടോ. അപ്പോൾ നന്നായിട്ട് കുറേ നേരം ഇരിക്കാനും എൻജോയ് ചെയ്യാനും കുട്ടികളും നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം കുറേ നേരം ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ ഇരിക്കുക, കളിക്കുക, വർത്തമാനം പറയാമെന്നൊക്കെ ഉള്ളത് നല്ല രസമല്ലേ. പക്ഷേ ഷോപ്പിംഗ് അവരൊട്ടും എൻജോയ് ചെയ്തില്ല കേട്ടോ. ആ തിരക്കിൻ്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുട്ടികളൊന്നായിട്ട് നമ്മളൊരിക്കലും ഇങ്ങനത്തെ ഷോപ്പിംഗ് സ്ഥലത്തൊന്നും പോകാതിരിക്കുക നല്ലത്. ഷോപ്പിംഗ് മോളൊക്കെയാണ് നല്ലത്. അപ്പോൾ കുട്ടികളൊന്നും ഇല്ലാതെ വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് ഷോപ്പിംഗ് മുംബൈയിൽ എൻജോയ് ചെയ്യാൻ പറ്റുക. ബാൻഡ്ര ഹിൽ റോഡ് ഉണ്ട്, ലിങ്ക് റോഡ് ഉണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ.
അപ്പോൾ തൽക്കാലം എന്താ പറയുക, ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവരും കൂടി ആയ കാരണം പറ്റുന്ന പോലെയൊക്കെയാണ് നമ്മൾ വ്ളോഗ് എടുക്കാറുള്ളത്. ഒരു കംപ്ലീറ്റ് കണ്ടൻറ് വ്ളോഗായിട്ട് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം കുട്ടികളെ നോക്കണം, വ്ളോഗ് എടുക്കണം, തിരക്ക്, ബഹളം, ഇതെല്ലാം കൂടി ആകുമ്പോൾ മനസ്സിലാവില്ല, നമുക്കതിനൊന്നും പറ്റില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു, നിങ്ങളും കൂട്ടത്തിൽ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി ഇതുപോലത്തെ കുട്ടി പറ്റാവുന്ന വ്ളോഗുമായിട്ട് നമുക്ക് വേറെ ദിവസം കാണാം കേട്ടോ. ബൈ.